പിന്നെ നമ്മളെ ഹാപ്പി സോണിന്റെ സിൽം അക്കാദമിയുടെ ചാലിയം ക്യാമ്പസിൽ നമ്മളെ പ്രധാനപ്പെട്ട ഒരു മുദരിസായിരുന്ന അബ്ദുൽ മുഹൈമിൻ അഹ്സനി ഉസ്താദ് ആഹ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഞാന് നമ്മളെ കൂടെ അതിനു മുമ്പേ തന്നെ നമ്മളെ കൂടെ ചേർന്നിരുന്ന അവരുടെ മൂത്താപ്പയുടെ മോന് ആഹ് പ്രിയപ്പെട്ട മുഫദ്ദൽ അഹ്സനി ഒരു ചികിത്സയിലാണുള്ളത്. ആ അപകടത്തിൽപ്പെട്ടിട്ട് ഇന്നലെ മുഹൈമിൻ ഹസനിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ഉപ്പാന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിരുന്നു. ഒരു ആ ഉപ്പാന്റെ ഒരു തഖ്വയും ദീനീ ഉലൂമ് കൊണ്ടും സ്വഭാവം കൊണ്ടും ഒക്കെ സമൃദ്ധമായ വല്ലാത്ത ധന്യമായ ഒരു പെരുമാറ്റം. സത്യത്തിൽ എനിക്ക് താങ്ങാനാകാത്ത വിഷമം ഉണ്ടായിരുന്നു, വല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു. കാരണം അവള് വളരെ പ്രതീക്ഷയോടുകൂടെ നല്ല കഴിവുറ്റ ചെറുപ്പക്കാരനാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടില്ല, ഉറപ്പിച്ചു വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ചെറുപ്പക്കാരനാണെങ്കിലും നല്ല കിതാബില് മഹാറത്തുള്ള നമ്മുടെ സിൽം അക്കാദമിയുടെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു പാട്രോണൊക്കെ ആക്കാൻ ഞാൻ പ്ലാൻ കണ്ടിരുന്ന ആള് കൂടിയാണ്. പെരുമാറ്റം കൊണ്ടും കഴിവ് കൊണ്ടും മഹാറത്ത് കൊണ്ടും ഒക്കെ നല്ല നിപുണനായിരുന്നു. അതുകൊണ്ട് തന്നെ അതുപോലെ തൊട്ടു മുമ്പത്തെ തിരൂരിലെ ലെറ്റ് നടക്കുമ്പോൾ എന്റെ കൂടെ തിരൂരേക്ക് വന്നിരുന്നു. ഡ്രൈവ് ചെയ്തിരുന്നത് മാമി ഉസ്താദാണ്. അങ്ങനെ താല്പര്യത്തോടെ ഡ്രൈവ് ചെയ്തതാണ്, ഞാൻ പിടിച്ച് ഡ്രൈവർ ആക്കിയതല്ല. അപ്പൊ കുറെ സംസാരിച്ചു, ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു പ്രതീക്ഷ കൽബിൽ പതിഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ ഇടിത്തീ പോലെയാണ് തുറക്കണ്ട അന്ന് രാവിലെ സുബഹിക്ക് ഞാൻ എഴുന്നേറ്റപ്പോ എനിക്ക് കാം അക്കാദമിയിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ സാദാത്ത് അർഷദി തങ്ങളൊരു വോയിസ് അയച്ചിട്ട് എന്നെ വിളിക്കുന്നത്. സുബൈലിന്റെ കുറച്ചു മുമ്പാന്ന് തോന്നുന്നു. അങ്ങനെ ആ വോയിസിൽ പറയുന്നത് ഇങ്ങനെ അബ്ദുൽ മുഹമ്മദ് ഹസനി മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. എനിക്ക് ആ സംഗതി അങ്ങോട്ട് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നേയില്ലായിരുന്നു. അത്രയും ഒരു താങ്ങാനാകാത്തൊരു വശം. പക്ഷെ വീട്ടിൽ പോയി ഉപ്പാനോട് സംസാരിക്കുമ്പോൾ ഉപ്പ നമ്മളെ കൂടി സമാധാനിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല പക്വതയുള്ള വല്ലാത്തൊരു ഒരു ഈമാനുള്ള സമീപനം, എല്ലാ സൂക്ഷ്മതയും. നമ്മളെ സ്ഥാപനത്തിന്റെ സാമ്പത്തികമൊക്കെ കൈകാര്യം ചെയ്യുന്നതും മുഹൈമിൻ ഹസനിയായിരുന്നു. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും നല്ല കൃത്യത, സൂക്ഷ്മത, വ്യക്തത, അതൊക്കെ അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. അപ്പോ മരണപ്പെട്ടപ്പോ മക്കൾക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു. എന്റെ മോന് സിൽം അക്കാദമിയിലുണ്ട്. മോന് പറഞ്ഞിരുന്നു, ഞാന് മരിച്ചെടുത്ത് ഞാൻ പോകുന്നുണ്ട്, നിസ്കരിക്കാനൊക്കെ പോകും, പക്ഷെ കാണാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയേറെ അവർ മനസ്സിൽ ഇഷ്ടപ്പെട്ടു പോയിരുന്നു. ഒരു കുട്ടിയല്ല, എല്ലാ കുട്ടികളും. ഇപ്പോ എല്ലാം കൊണ്ടും ഒരു നല്ല, നമുക്ക് എടുത്തു പറയത്തക്ക എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു, എന്താ വാക്ക് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഖബറും പുറത്തു പോയിട്ട് പിരിഞ്ഞു പോരാൻ കഴിയാത്ത വിധം അത്രയും എവിടെയോ ഒരു അഭേദ്യമായ ബന്ധം ഫീൽ ചെയ്യുന്ന അത്രയും അടുത്തു പോയിരുന്നു. കുറഞ്ഞ കാലയളവായിട്ടുള്ളൂ എങ്കിൽ പോലും ഇപ്പോ അവരെ നമ്മൾ ഈ വെള്ളിയാഴ്ച രാവ് നമ്മൾ അനുസ്മരിക്കുന്നു. അള്ളാഹു അവരുടെ പരലോക ജീവിതം ഉയർന്ന ദർജയിലാക്കി കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ മഗ്ഫിറത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഖബർ ഒരു പൂന്തോപ്പായി മണിയറയായി അനുഭവിക്കുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാന്മാരിൽപ്പെട്ട ഒരാളായി അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട മുഹൈമിൻ ഹസനെ പരിഗണിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ എല്ലാവരുടെ സ്ഥാപനങ്ങളിലും, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ ഖത്തീബുമാരുണ്ടല്ലോ, നമ്മുടെ ജുമാ സദസ്സുകളിലെല്ലാം മുഹൈമിൻ ഹസനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അതുപോലെ മുഫദ്ദൽ ഹസനിയുടെ കൂടെ അപകടം പറ്റിയവരുടെ ഒക്കെ പൂർണ്ണമായ സലാമത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ആ കുടുംബത്തിന് ഉള്ള ഖൈറിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഹാഫിസോണിന് വേണ്ടി പ്രത്യേകിച്ച് ആവശ്യപ്പെടുകയാണ്. അള്ളാഹു നമ്മളെ അവരെയൊക്കെ ബുഖ്റവിയായ മുത്തഖീങ്ങളിൽ, നല്ല ഉലമാക്കളിൽ ഉൾപ്പെടാൻ ഭാഗ്യമുള്ളവരാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എല്ലാ ദുആകളിലും ഉണ്ടാകുന്ന വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഒരു തങ്ങള് ഇതിലുണ്ടാരെങ്കിലും ഇല്ലല്ലേ? ദാരിമി ഉസ്താദ് പോയോ? റഷീദ് ദാരിമി ഉസ്താദ്.
തുടക്കത്തിലുണ്ടായിരുന്നല്ലോ അല്ലേ? കാണുന്നില്ല. ഇവിടെ നല്ല മഴയും തോന്നുന്നത്. റിയാസ് ഉസ്താദ് ദ്വാരക്ക് നേതൃത്വം നൽകും. ആരാ? ഉണ്ടല്ലോ, ഒരു ദുആക്ക് നേതൃത്വം നൽകാൻ. മൈക്കോണാക്കാന് പ്രയാസം ഉണ്ടോ അറിയില്ല. ചെറിയൊരു ദുആ നടത്തല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. അല്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട അബ്ദുൽ മുഹീൻ അഹ്സനിയുടെ ഖബറിലേക്ക് ഞങ്ങളെ ഈ സദസ്സിന്റെ വലിയ ഈ പ്രതിഫലം വലിയൊരു ഹദിയയായി സന്തോഷമായി നീ ഖബറിൽ എത്തിക്കണേ റഹ്മാൻ. മുഹീൻ ഉസ്താദിന്റെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. ഏതെങ്കിലും വിഷയങ്ങളിൽ സല്ലത്തുകൾ ഉണ്ടെങ്കിൽ പരിപൂർണമായി നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഖബർ ജീവിതം മണിയറ ജീവിതമായി നല്ല സന്തോഷമുള്ള ജീവിതമായി അനുഭവിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പ്രിയപ്പെട്ട മുഹീൻ അഹ്സനി ഉൾപ്പെടുത്തണേ റഹ്മാൻ. കൂടെ അപകടം പറ്റിയ മുഫ്ദൽ അഹ്സനി ഉസ്താദ് അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ആ കുടുംബത്തിന് നീ നല്ല ക്ഷമ നൽകണേ അല്ലാഹ്. സന്തോഷം പ്രദാനം ചെയ്യണം റഹ്മാൻ. എൽമിന്റെ അഹലുകാരാണ് ആ കുടുംബം മുഴുവൻ. അവരെല്ലാവർക്കും നീ നല്ല ഉയർച്ചയും സന്തോഷവും അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. നിങ്ങളെല്ലാവർക്കും എല്ലാ സന്തോഷവും എല്ലാ ഹിഫ്ളും നീ പ്രദാനം ചെയ്യണേ റഹ്മാൻ. നിങ്ങളെ ദീനീയ ഖിദ്മത്തുകളൊക്കെ വലിയ വിജയത്തിലും ഉയർച്ചയിലും നീ എത്തിച്ചു തരണേ അല്ലാഹ്. ആഖിറത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഒരുമിച്ച് കൂടാനുള്ള ഒരു സബബായി ഞങ്ങളെ ഈ ഖിദ്മാത്തുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين.